മുറിവെണ്ണയൊക്കെ ആ ബാമൊക്കെ ഇട്ടിട്ട് അങ്ങ് തീരുമ്പോ എന്നാ വേണ്ട? ബാം വേണം, മുറിവെണ്ണ വേണം. മുളക് പറ്റി കിടക്കും പോലെ. എന്നാ മുളക് തൂത്തതായിരിക്കും വല്ലവരും. ഏതെങ്കിലും മുറിയിൽ പോയി കിടക്കുക. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടോളാം. അമ്മയുടെ ഉദരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ബ്രാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടോളാം. അമ്മയുടെ ഉദരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ബ്രാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടോളാം. അമ്മയുടെ ഉദരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ബ്രാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടോളാം. അമ്മയുടെ ഉദരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ബ്രാനോട് അപേക്ഷിക്കണമേ. ഇതൊക്കെ മനസ്സിലാവോ? ഇവിടുത്തെ തള്ള എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു 2 ദിവസമായിട്ട് കുരിശുവരെയും പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. ഇന്നാ വന്ന് ഒന്ന് കുരിശു വരയ്ക്കാൻ. അത് പറ്റാവുന്നത് ചെയ്യാം, അതോ പറ്റുള്ളൂ. അല്ലാതെ വേദെന്നും പറഞ്ഞ് ഇന്ന ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പൊക്കിയല്ല. ആണോ? കുരിശു അമ്മ എന്തുകൊണ്ട് വരാതിരുന്നതുകൊണ്ട് 2-3-4 ദിവസമായില്ലേ വന്നിട്ട് പ്രാർത്ഥനയല്ല. അല്ലെങ്കിൽ അത് പിന്നെ പ്രാർത്ഥന മുടങ്ങി പോകുന്നേ. പക്ഷെ മേലാതെ കിടക്കുന്നതിന് പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അവശതയില്ല, അവശതയായി കിടക്കുവല്ലേ. പനിയായിരുന്നു, പനി. അതിന് മരുന്ന് കൊടുക്കണം. മരുന്ന് കൊടുത്ത് ഇപ്പൊ മേലാഴി കുറഞ്ഞു. ഇപ്പൊ അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നു. അങ്ങനെയാ മരുന്ന് മേടിച്ച് എല്ലാവരും കുറയല്ല. അതിപ്പോ പഴക്കം ചെന്ന് പോലെ പ്രായം ചെന്നവർക്ക് പ്രത്യേകിച്ചുണ്ട്. ഇപ്പൊ പെട്ടെന്ന് രോഗം കുറഞ്ഞു കിട്ടിയല്ല മരുന്ന്. അത് എല്ലാവരോടും പറഞ്ഞാൽ മനസ്സിലാവോ? അത് മനസ്സിലാക്കും. അമ്മ തന്നെ എല്ലാവരോടും അങ്ങ് പറയേ. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് മറ്റുള്ളവർ നോക്കാൻ ഒന്നും പറ്റത്തില്ല. അത് നമ്മള് പ്രാർത്ഥിച്ചോണ്ട് നമ്മളെ പറ്റാവുന്ന കാര്യത്തിൽ നമ്മള് ചെയ്യണം. അത് ചെയ്തു. അപ്പൊ ആളേറ്റു. ചെയ്ത് വരുമ്പോഴത്തേനും ശരിയായേ. ഭയങ്കര സന്തോഷമൊക്കെയാ. ഇപ്പൊ ചിലപ്പോ ഓരോരുത്തരും ഓരോ ന്യായങ്ങൾ നീളങ്ങളായി. ഇപ്പം പണ്ടത്തെ കാലം എങ്ങനെയൊന്നുമില്ല. അതാണ്. എനിക്ക് അമ്മയുടെ ഉപദേശം കുറെയൊക്കെ പറയുമ്പോ എനിക്ക് ഇഷ്ടപ്പെടും ചിലതൊക്കെ കേട്ടോ. അതിൻ്റെയൊക്കെ അത് ഇഷ്ടമില്ല ഇപ്പൊ ഒന്നിനും. ഇപ്പൊ അങ്ങനെയൊന്നും പഴയതൊന്നും കേൾക്കത്തില്ല, ഇഷ്ടമില്ല. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ കേക്കത്തില്ലേ? കേൾക്കില്ലല്ലേ? നീയല്ല, പല പിള്ളേരൊന്നും കേൾക്കില്ല. ആണുങ്ങൾ. ഇതായിരിക്കും പിടിക്കും. ആണുങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവനെ പോലെയുള്ള പലരുണ്ട്. നിങ്ങളെ പോലെയുള്ള 3 ആണുങ്ങളുണ്ട്. നിങ്ങൾ 3 പേരും കൊള്ളിയാലെന്ന് അമ്മ പറഞ്ഞത്. രക്ഷപ്പെട്ടു. നമ്മുടെ കാര്യമൊന്നുമല്ല പറഞ്ഞത്, നമ്മുടെ മക്കളുടെ കാര്യമാണോ പറഞ്ഞല്ലോ. പൈസ മുടക്കില്ലേലും കൊള്ളാം. അത് വായിക്കാൻ നാക്കൊണ്ട് വല്ലോണ്ട് ചെല്ലണോ ഉള്ള മൊത്തത്തില് ആണുങ്ങളെ ഇഷ്ടമില്ലല്ലോ. വലിയൊരു വിഷമം പോലെ തോന്നും. അമ്മയുടെ മക്കളെ കുറിച്ചാണോ പറയുന്നത്? ബുദ്ധിമുട്ടായിട്ട്. അമ്മയുടെ മക്കളെ കുറിച്ചാണോ പറയുന്നത്? ആ മക്കളെ കുറിച്ചാണോ പറയുന്നത്? എല്ലാവരെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരെ കുറിച്ചാണ്. നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ 3 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പങ്കുള്ളതാ. കണ്ടോ? എല്ലാ മക്കൾക്കും അമ്മ കഴിക്കുന്ന മക്കൾക്കും ഉണ്ട്, അമ്മ കാണുന്ന മക്കൾക്കും ഉണ്ട്. അത് ആർക്ക് വേണ്ടിയിട്ടാ? ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ല, അല്ലെ മറ്റുള്ളവർക്ക് പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. ഇത് നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കാരണന്മാർക്കും ഒക്കെ വേണ്ടിയിട്ട് തലമുറ നമ്മൾ നല്ല വയ്ക്കുന്ന ഏർപ്പാടായി പ്രാർത്ഥന. അതെ അതെ അതെ, അതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കാനേ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പെരുമാറാൻ. എന്തെല്ലാം ആദ്യത്തെ സംഗതി കിടന്നാലും പ്രാർത്ഥന 53 ജപമെങ്കിലും ചൊല്ലി സമയമുള്ള പോലെ ചൊല്ലി കാഴ്ച വെച്ചിട്ട് കിടന്നുറങ്ങാൻ. എല്ലാം എവിടെയെങ്കിലും പോവാനോ പോണ വഴിക്കും ചെല്ലിയാ മതി അല്ലേ? അത് പറഞ്ഞു കൊടുക്ക്. പോകുന്ന വീട്ടിൽ ചെല്ലിയാ മതി. പോകുന്ന വഴിക്ക് ചെല്ലാം. വണ്ടി 24 മണിക്കൂർ ചെല്ലേണ്ട ആവശ്യമുണ്ട്. അത് അവരുടെ ഇഷ്ടമല്ലേ. പള്ളി പോവാന്നുള്ളത് അവരുടെ ഇഷ്ടം, പോകാതിരിക്കാന്നുള്ളത് അവരുടെ ഇഷ്ടമെന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് പൈസ മുടക്കമില്ല, ശരീരത്തിന് അധ്വാനം. അവരോട് ശ്രമിച്ചോളൂടിയൊന്നും അങ്ങനെ കാര്യമായിട്ട് കിട്ടാൻ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പനി പറഞ്ഞപ്പം കണ്ടോ ഉപദേശങ്ങൾ തുടങ്ങിയ കണ്ടോ? അയ്യോ, പനി തുടങ്ങിയിട്ട് എത്ര നാളായി?
മുഖത്ത് തെളിച്ചമായി. അതിനുള്ള സംസാരമായി. വിശ്വാസത്തിൽ അതൊക്കെ ചെല്ലിയതാ, മറന്നുപോയോ? മാത്രമേ പിന്നെ എല്ലാം കഴിഞ്ഞ് സ്തുതിയും തന്നു ഉമ്മയും വെച്ച്. കിടന്നോടാ. ഇനി കഞ്ഞി കുടിച്ചിട്ട് കിടക്കാം. ഞാൻ കഴിഞ്ഞു ഞാൻ ചൂടാക്കിക്കൊണ്ട് വരട്ടെ കഞ്ഞി. വേണ്ട. കേട്ടാ? കഞ്ഞി ചൂടാക്കിക്കൊണ്ട് വരട്ടെ. കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് കിടക്കാന്നേ. എനിക്ക് കഞ്ഞി വേണമെന്നുള്ളത് അതങ്ങനെ പറയുമ്പോഴെന്ന് എനിക്കറിയാം. എന്റെ നിർബന്ധത്തിന് ഇച്ചിരി കുടിച്ചോ. കഞ്ഞി കുടിച്ചോ? ഇല്ല, കഞ്ഞി കുടിച്ചില്ല. കഴിഞ്ഞേ കുടിക്കുള്ളൂ. അമ്മ കുടിച്ചോ കേട്ടോ. അമ്മ കുടിച്ചോ, കുറച്ച് കഴിഞ്ഞേ കുടിക്കത്തുള്ളൂ. കുളിച്ചില്ല, കുളിച്ചിട്ടേ കുടിക്കുന്നുള്ളൂ. കുളിച്ചില്ല, കുളിക്കണം. ഞാനേ കുളിക്കണം. ആ തണുപ്പത്ത് കുളിക്കണേ. ആ തണുപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും കുളിച്ചില്ല ഒരു സുഖമില്ലല്ലോ, കിടന്നുറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇന്നലെ കുളിച്ചില്ല. ആ അല്ലല്ലോ, വൈകുന്നേരം കുളിച്ചില്ല, വൈകിട്ടാണ് കുളിക്കുന്നത്. വൈകുന്നേരം കുളിക്കാൻ പറ്റിയല്ലോ. വൈകുന്നേരം കുളിച്ചാൽ മതിയാ. വൈകുന്നേരം കുളിക്കാൻ പറ്റിയല്ലോ. നമുക്ക് ഓരോ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സമയം കിട്ടത്തില്ല. വൈകിട്ടത്തന്നെ ആവും കുളിയൊക്കെ. കുളിച്ച് കഴിഞ്ഞ് കഞ്ഞി കുടിക്കുക, അതാണ് പരിപാടി. അപ്പോൾ എലിക്കുട്ടി അമ്മ ഇന്ന് ഹാപ്പിയായിട്ട് താഴം കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം എല്ലാം നോർമലായിക്കൊണ്ടിരിക്കുന്നു. എലിക്കുട്ടി അമ്മ ഹാപ്പിയായിട്ടിരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ടെന്ന് പറയുകയോ ചെയ്ത്. എലിക്കുട്ടിയമ്മയുടെ മക്കളോടെ എലിക്കുട്ടിയമ്മയുടെ മക്കളോട് സന്തോഷത്തോടെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ടെന്ന് പറയുകയോ ചെയ്ത്. അമ്മയൊന്നും ചെയ്യണ്ട, അമ്മ ഹാപ്പിയായിട്ട് വർത്താനമൊക്കെ പറയുക. അമ്മ സന്തോഷത്തോടെ ഇരിക്കുക, അത്രയേ ഉള്ളൂ. എന്നാലും ഓക്കെ. അപ്പം മോര് കണ്ടോണ്ടിരിക്കണാണോ? ആരായിരിക്കും ഇവിടെ ഉള്ള ഓരോരുത്തരെന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? ആണുങ്ങളായി, അമ്മയായി, പെൺകൊച്ചുങ്ങളായി, ആ കൂട്ടത്തിൽപ്പെട്ടതാ. പിന്നെ അത് ശരി. അവരൊക്കെ അങ്ങനെ ഇന്ന് ഇരിക്കുവാ കേട്ടോ. ഇന്നിങ്ങനെ ഇരിക്കുവാണേ. കൊന്തയൊക്കെ ചൊല്ലി 2 കൊന്തയെ ഊരി ഓരോ കയ്യിലും പിടിച്ചോണ്ടിരിക്കുവോ. ഇന്ന് ഉറക്കമൊന്നുമില്ല. എന്നെ ഉറക്കിയാലെന്നാ തോന്നുന്നത്. പനിയെല്ലാം വിട്ടു, പനിയൊക്കെ വിട്ടു, അതുകൊണ്ട് ഉറക്കം ഇല്ലാതായി. നീ ഉറങ്ങിക്കോ. അമ്മ ഇങ്ങനെ കുത്തിയിരുന്ന് നേരെ എങ്ങനെ ഉറങ്ങും? അമ്മ ശല്യം ചെയ്യുമല്ലോ എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഇരുന്ന് കൊന്തയൊക്കെ മൊച്ചത്തിലൊക്കെ ചെല്ലി കഴിഞ്ഞ പിന്നെ എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റുമോ? നിന്റെ ശരീരത്തിന് കൊന്ത കൊടുക്കാൻ വരാൻ വിളിക്കുന്നില്ലല്ലോ. കൊന്ത കൊടുക്കുന്നില്ല, ഇവിടെ ഇരുന്ന് കൊന്ത ചെല്ലുവാ. അവരാവശ്യപ്പെട്ട എന്നോട് ചോദിച്ചു. ശ്വാസം വിടാതെ അങ്ങ് ചെല്ലും. അത് കേട്ട് ഞാൻ എങ്ങനെ ഇവിടെ കിടക്കും? അല്ലെങ്കിൽ ഞാനും ചെല്ലും. ഞാനും ചെല്ലും. അവരൊക്കെ ഓരോരുത്തർ ചെല്ലുമ്പോ അന്നാ നമുക്ക് പുറത്തു പോയിരുന്നു ചെല്ലിക്കോ അമ്മ. അമ്മ ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് പോയി അപ്പുറത്തിരുന്ന് ചെല്ലിക്കോ. ഞാൻ കിടക്കട്ടെ. ഞാൻ കൊന്തയൊക്കെ ചെല്ലിയതാ. ഞാനിവിടെ കിടക്കട്ടെ എന്ന്. അയ്യോ, നമ്മൾ ഇച്ചിരി മുമ്പേ ചൊല്ലിയതാന്ന്. പിന്നെ അതേനെ. 2-3 ദിവസത്തെ പനിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇതെല്ലാം തീർക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കുത്തിയിരിപ്പാണേ. ഇന്ന് 2 ദിവസത്തെ പനിയുടെ ക്ഷീണമൊക്കെ തീർത്തിട്ട് കുത്തിയിരിക്കുവാണേ, എന്നെ ഉറക്കാതിരിക്കാൻ. ആണോ? അമ്മ ഇവിടെ ഇരുന്ന് കൊന്തയില്ലേ? ആര് പറഞ്ഞു? ആരാ പറഞ്ഞേ? ഇല്ല ഇല്ല. പിന്നെ ആരോടും ഞാൻ ആരോടും ഇല്ല. ഇതെന്ന് നീ നോക്കണേ. അത്യാവശ്യമായ കാര്യങ്ങൾ ഞാൻ ചോദിച്ചാൽ പറയും, അത് മാത്രം ഇതെന്ന് നീ നോക്കണേ. എന്നെ നോക്കണേ. ഇതിനൊക്കെ കിട്ടിയിട്ടിരുന്നു, അതൊന്നും കണ്ടില്ല. ഏത് കിട്ടിയിട്ടിരുന്നു? കൊന്ത ഉണ്ടായിരുന്നു, വേറെയൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിയിലാ. 2 കൊന്ത കഴുത്തേ കിടപ്പുണ്ട്. വെട്ടിക്കകത്തിട്ടിരുന്നത് ഇന്ന് അതോടെ കിടന്നോട്ടെ കേട്ടോ. ഞാനിവിടെ കിടക്കുവാണേ. അതിനിന്ന് കിടക്കാൻ സ്ഥലമില്ലെന്ന്. അതിന് വന്ന അമ്മയുടെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞു. നിനക്ക് കിടക്കാൻ ഇടയില്ലേ? അമ്മയ്ക്ക് കിടക്കാൻ ഇടയുണ്ട്. ഇത് അമ്മയുടെ കൂടെ ഇന്ന് കിടക്കാന്ന് പറഞ്ഞ് വന്നിരിക്കുക. കാലൊക്കെ തിരുമ്മിത്തരാം, കൈയൊക്കെ തിരുമ്മിത്തരാന്ന് പറഞ്ഞു. പിന്നെ അതെ പറഞ്ഞായിരുന്നു. പിന്നെ അതേനെ, താണ്ട് അവിടെ ഇരിപ്പുണ്ട്, തൈല ഇരിപ്പുണ്ട്, ബാം ഇരിപ്പുണ്ട്, എല്ലാം എടുത്ത് തിരുമ്മി കൊടുക്കും ചോമോനെ. ഇല്ല, ഇത് തിരുമ്മി ഇന്ന് തരാന്നാ പറഞ്ഞിരിക്കുന്നത്. കാലും കൈയെല്ലാം വേദനയുള്ളോടല്ല ഇന്ന് തിരുമാന്നാ പറഞ്ഞേക്കണേ. അവിടെ മരുന്നെല്ലാം ഇരിപ്പുണ്ട്.
കേട്ടോ. മരുന്നൊക്കെ അവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. തീരുമാനമുള്ള ആ തിരുമ്മിക്കൂ. അമ്മ തിരുമ്മി കൊടുക്കില്ല മോനെ. ഉണ്ടാ തിരുമ്മി അമ്മ തിരുമ്മിക്കുവോന്ന് ഞാൻ നോക്കട്ടെ. ആ അമ്മ തിരുമ്മിക്കുവോ? ഇല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് തിരുമൊന്നും പ്രത്യേകിച്ചൊന്നും തിരുമണ്ടെന്ന്. അതിന് ഇപ്പൊ കാലിന് വേദന എടുക്കുകയല്ലേ? എന്നാ കാലിന് ഈ കാലിന്റെ വേദനയൊക്കെ പോയോ? അതൊക്കെ അങ്ങനെ വന്നും പോയി കിടക്കും. അല്ല അപ്പൊ തിരുമ്മി കഴിയുമ്പോ വേദന പോയല്ലേ? തിരുമ്മി കഴിയുമ്പോ വേദന പോകും. തിരുമ്മിയാലും പിന്നെയും ഉണ്ടാവും. അത് സാരല്ല, അപ്പൊ പിന്നെയും തിരുമ്മും. പിന്നെ അതിനായിട്ട് തന്നെ ഇരിക്കാം. അതിനായിട്ട് തന്നെ ഇരിക്കുന്ന പറയും. മൊത്തം സമയം ഇരിക്കുകയല്ല, സമയം കിട്ടുന്ന പോലെയൊക്കെ തിരുമ്മി തരും. എന്നാ പറയണ? ഇതിപ്പോ തിരുമാൻ റെഡിയായി വന്നിരിക്കുക. ഇത് തിരുമാൻ റെഡിയായി വന്നിരിക്കുക. തിരുമാനൊന്നും അതേന്നെ. അല്ലെങ്കിൽ ഞാൻ പറയും തിരുമാനൊന്നുമല്ല. അത് തിരുമാനാന്ന് പറ. നിനക്കങ്ങനെ പറയാം. അല്ല, ഇത് തിരുമോന്ന് പറഞ്ഞു എന്നോട്. ഞാൻ വിളിച്ചോണ്ട് വന്ന ജോമോനോട് ഒന്ന് കാല് തിരുമ്മി കൊടുക്കാൻ അമ്മയുടെ. കാലോ? ആ, കാലിനൊക്കെ വേദനയല്ലേ? അതൊക്കെ പൊക്കോളും. ആ പൊക്കോളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ. എന്നും തിരുമ ചോമനെ ആ കുഴമ്പ തൈലമൊക്കെ അങ്ങ് ഇട്. ആ മുറിവെണ്ണയൊക്കെ ആ ബാമൊക്കെ ഇട്ടിട്ട് അങ്ങ് തിരുമ. എന്നാ വേണ്ട? ബാം വേണം, മുറിവെണ്ണ വേണോ? അല്ല കുഴമ്പ് വേണോ, തൈലം വേണോ? എന്നാ വേണ്ടേ? എന്നതാ വേണ്ടേ? തിരുമാൻ എന്നാ വേണ്ടേ മരുന്ന്? ഇതെവിടെ പോവാ? എങ്ങോട്ട് പോവാ? കിടക്കണത്തിന് ഏക്കുന്നത് നൈറ്റി ഉടക്കി കിടക്കൂലേ? ശരി. ഓ അതെ, ചുറ്റിപ്പോയി. ഈ പാതിരാത്രിക്കാ? പാതിരാത്രിയിലാണോ കന്നുകാലിനെ കെട്ടിയല്ലോ അന്വേഷിക്കുന്നത്? അയ്യോ എന്റെ ദൈവമേ, 5 മണിയായപ്പോ കെട്ടിയതാ. 5 മണിയായപ്പോ കെട്ടിയതാ. ഇപ്പം 10:30 സമയം. 10:30 അല്ല. ഇനി എന്നാ പരിപാടി? ഉറങ്ങുവാണോ? അന്ന് ഉറങ്ങും. ആദ്യം അമ്മ കിടക്കാം, എന്നിട്ട് വേണം ഞാൻ കിടക്കാൻ. അമ്മ കിടക്കല്ലേ, ഇത് ഈ ഇവിടെ കയറി കിടക്കുന്നു. ആ കിടക്കും. ഇപ്പം പറഞ്ഞാൽ കിടക്കാൻ പറ്റിയായിരുന്നു. അതിനാണ്. ഓ അമ്മ ഒരു കുഞ്ഞിതല്ല, ഇത്രയല്ലേ ഉള്ളൂ. ഏലിക്കുട്ടിയമ്മ ഇത്രയല്ലേ ഉള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മരങ്ങി എരിഞ്ഞ് കിടക്കാൻ പറ്റില്ല. ആണുങ്ങളുമായിട്ട് കിടക്കാൻ പറ്റിയാലുണ്ട്. ഞാൻ കാര്യം വിരുമ്പി തരാന്ന് പറയാൻ സമ്മതിച്ചേനെ. ചൊമ്മോനായതുകൊണ്ട് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ആർക്കും നഷ്ടം ചെയ്യാതെ അവനവന്റെ കാര്യം നോക്കും. അമ്മയുടെ മകനല്ലേ? അതിനെന്നാ അതവിടെ നിന്ന് കിടന്നോർത്തോണ്ട് എന്നാന്നേ കുഴപ്പം? എന്നാത്തിന് എന്നാന്നേ അമ്മക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. അവന്റെ കുഞ്ഞ് ചെറിയ കൊച്ചാണ്. അത് വലുതായാലും അമ്മമാരെ കൂടെ കിടക്കുന്ന എത്രയോ മക്കളുണ്ട്. ചെറിയ കൊച്ചാണെങ്കിൽ പിന്നെ കൊണ്ട കിടത്താം. ഇത് വലുതായെന്നോർത്തോണ്ട മകനല്ലേ? അതൊന്നും വേണ്ട. അതിന് ശരിയായല്ലേ? അപ്പൊ ഇതിന്റെ കയ്യിൽ കൊള്ളരുതാത്തതൊക്കെ ഉണ്ട് അല്ലേ അമ്മേ? ഇതിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പിന്നെ കണ്ടോ? ഒന്നും ശരിയായില്ല. ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അമ്മേ. ഒരു നിയന്ത്രണം, നിയന്ത്രണത്തിൽ കൂടെ പോണം. ശരിയാവും. എന്നാലേ ശരിയാവുള്ളൂ അല്ലേ? കിടക്കുവാണോ? കാല് ഞാൻ തിരുമ്മി തന്നോ? ഞാൻ തിരുമണോ? കാലം തിരുമണ്ട. കാലിരുമാൻ കാലിലൊന്നുമില്ല. വേദനയൊക്കെ പോയോ? അതിനൊക്കെ ഇപ്പൊ പോയതാ. ആണോ? എന്റെ കാലം ഇങ്ങനെ ഏത്? അത് നെയിൽ പോളിഷ് ഇട്ടതാ. പെയിന്റ് അടിച്ചതാ. പെയിന്റ് വിരളെ നഖത്തേലേ പെയിന്റ് അടിച്ചതാ. അമ്മയുടെ കാലം ഇട്ട് തന്നോ? വേണ്ട. പെയിന്റ് വേണ്ട. വിവീനയുടെ കുറെ പെയിന്റ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വിവീനയുടെ കാലയിലിടുന്ന പെയിന്റ് ഒക്കെ ഇരിപ്പുണ്ട്. അമ്മക്ക് ഇട്ട് തരാം. എനിക്ക് വേണ്ട. അവിടെ വല്ലയിടത്തും പറ്റുന്നിടത്തെല്ലാം ഇല്ല, അത് ഉണങ്ങിക്കോളും. ഉണങ്ങിക്കോളും. പ്രാർത്ഥനയെല്ലാം. അയ്യോ ഇതാ ഞാൻ പറഞ്ഞത് കുത്തിയിരിക്കാൻ പോവാന്ന്. ഞാനെന്നാ ഈ മുറിയിൽ നിന്ന് പോവാ കേട്ടോ. എനിക്ക് 5 മണിയാകുമ്പോ വെക്കാനുള്ളതാ. ഞാൻ ഈ മുറിയിൽ നിന്ന് പോയി മാറി കിടക്കാൻ പോവാ. ഒരു ദിവസം ഞാനിവിടെ ഉറങ്ങാൻ പറ്റാതെ വന്നാ എനിക്ക്. രാത്രി 12 മണിയായി ഭയങ്കര ഒന്തച്ചെല്ലല്.
ഉച്ചവരെ പ്രാർത്ഥന നടത്തണില്ല. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതാ, അമ്മയും കഴിഞ്ഞതാ. എന്നാ പിന്നെ കിടന്നാ പോലെ അമ്മ കിടന്നു. കിടന്നു. ഞാൻ അമ്മ ആദ്യം കിടക്കും. ഞാൻ കിടക്കുന്നത് എപ്പോഴായാലും ഏതെങ്കിലും വെക്കുന്ന സമയത്തും കിടക്കും. അതിന് എന്നെ എടുക്കാൻ പോവാ. എനിക്കങ്ങനെയല്ല പ്രത്യേകമായ ഒന്നുമില്ല. എന്നെ എടുക്കാൻ പോവാന്ന്. ഈ പുതപ്പ് ഇങ്ങോട്ട് എടുക്കും, ഇത് പുതയ്ക്കാനുള്ളതാ. ഇതിങ്ങ എണീക്കാവോ? ഇതിങ്ങ എടുക്കാമെങ്കിൽ പുതപ്പിച്ചു തരാം. ചോദിക്കാനുള്ള ആരാ പറഞ്ഞു? അത് ഞാനാ പറഞ്ഞത്. അവിടുന്ന് കൊണ്ടുവന്ന എവിടുന്ന്? വീണയുടെ അവര് കിടക്കുന്നു. ഞങ്ങൾ കിടക്കുന്ന അവിടുന്ന്. അമ്മ കിടക്കുന്നിടത്തുനിന്ന് കൊണ്ടുവന്നാണോ? അപ്പൊ ഇപ്പം കിടക്കണതല്ലോ. കിടന്നോ, ഞാൻ വിരി പുതപ്പിച്ചു തന്നേക്കാം. കിടക്ക് പുതപ്പിക്കാം. ഇപ്പം പുതപ്പിക്കൊന്നും വേണ്ട. പിന്നെ നല്ലതാണോ? പുതപ്പിക്കണ്ടോ? എന്നാ കിടന്നോ, കിടന്നു കഴിയും പുതപ്പിച്ചേക്കാം. പ്രാർത്ഥനയല്ലേ? ഞാൻ പ്രാർത്ഥനയൊക്കെ ചെല്ലിയതാ. ശരിയോ? ആ, അപ്പം കുറച്ചു മുമ്പേ ഒരു 8 മണിയായപ്പോ. തന്നെ എല്ലാവരോടും പറയാൻ അമ്മ ഉണ്ടായിരുന്നു ചെല്ലാൻ. അമ്മേനെ വിളിച്ചോണ്ട് വന്ന് അമ്മ ഇല്ലായിരുന്നു. ഞാനില്ല. അമ്മ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയെല്ലാം കൂടി ഇന്ന് കുറച്ച് ദിവസം കൊണ്ട്. 3-4 ദിവസം കഴിഞ്ഞായിരുന്നു പ്രാർത്ഥനയെല്ലാം കൂടിയതൊന്ന്. ഞാൻ ഓർക്കണില്ല. ഞാൻ ഓർക്കുന്നുണ്ടല്ലോ. ആയിപ്പല്ലേ പറഞ്ഞു. ആഹാ, പിന്നെ ഞാൻ കിടക്കുവാട്ടോ. എനിക്ക് ഉറക്കം വേണം. രാവിലെ എണീക്കാനുള്ളതല്ല, എണീക്കുകയല്ല. രാവിലെ എണീക്കാനുള്ളതാ. രാവിലെ എണീക്കണം. വിവാന് കോളേജിൽ പോകണ്ടേ? രാവിലെ എണീറ്റ് കഞ്ഞിയും കറിയൊക്കെ വെക്കണ്ടേ? അതിന് കോളേജിൽ പോകണ അവന് കോളേജിലായോ? ആ, പിന്നെ കോളേജിൽ പഠിക്കാൻ പോവാന്നേ. ആ രാവിലെ ഇവിടുന്ന് പോണം. രാവിലെയോ? ആ, അപ്പം അത് എത്ര അതിനാ അപ്പം അങ്ങനെ? ഇപ്പൊ അങ്ങനെയാ പഠിക്കണത്. ശരി. അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ലല്ലേ? ഇല്ല, അവരെ പഠിക്കുമ്പോൾ പിള്ളേരാണ് PDS കഴിയുമ്പോൾ PDS മുതൽ അങ്ങോട്ട് പോകും. 5ാം ക്ലാസ് മുതൽ പോയി ഇംഗ്ലീഷിലോട്ടൊക്കെ പോകില്ല. അങ്ങനെയാ പഠിച്ചോണ്ടിരിക്കണം. ഞാൻ കിടക്കും കേട്ടോ. അല്ലാതെ അമ്മ കിടന്നു, ഞാനും കിടക്കും, അമ്മയും കിടന്നു. അല്ല കേട്ടാ? തോന്നുമ്പോൾ ഒന്ന് പോകുമല്ല. കിടന്നോ? കിടന്നോ? പുതച്ച് കിടന്നോ? പുതപ്പെടുത്ത് വെച്ചിട്ടുണ്ട്, പുതച്ച് കിടക്കേ. പ്രാർത്ഥനയല്ല. ഞാൻ പോവാ. എന്നാ കയറ്റി വിടുന്നു. ഞാൻ പോവാ. രാത്രിയിൽ നമ്മൾ പ്രാർത്ഥന എല്ലേണ്ട സമയം കഴിഞ്ഞ് ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ ഈ മുറിയിൽ നിന്ന് ഏറ്റുപോകും. പിന്നെ വേറെ ആരെങ്കിലും ഇവിടെ വന്ന് കിടക്കേണ്ട വരും, അല്ലെ ആരും ഇല്ലാതെ കിടക്കേണ്ട വരും. പ്രാർത്ഥന ഇപ്പോഴായല്ലേ? ഇത് ഇന്നാളത്തെ പോലെ തന്നെയുള്ള പരിപാടിയാ നടത്താൻ പോകുന്നത്. അതുള്ള സ്വരം മുഴുവൻ ഉപയോഗിച്ച് ചെല്ലും. ഞാൻ പറഞ്ഞില്ല കുഴമ്പിട്ട് തിരുമ്മി തരുന്നു. ഇവിടെ ചുവന്ന് കിടക്കാൻ എനിക്കറിയത്തില്ല. ഇവിടെ ഒന്നും ചുവന്നിട്ടില്ല. അത് താഴെയായിട്ട് എവിടെയായിട്ട്. അമ്മയ്ക്ക് എന്നാ കണ്ണറിയാമായിരുന്നു പറഞ്ഞ ചുമ്മാതല്ലേ? ചുമ്മാ ഓരോന്നെല്ലാം കണ്ടുപിടിക്കും. എവിടെ എന്നതാന്നേ ചുമന്നത്? ചുവന്ന് കിടക്കുമ്പോ എവിടെ? മുളക് പറ്റി കിടക്കുമ്പോൾ. എന്നാ മുളക് തൂത്തതായിരിക്കും വല്ലവരും. ആണോ? കണ്ണി തൂക്കുന്നതിന് ഞാനും തൂത്തല്ല. നീ ഉള്ള എടുത്ത് കൈ കൊണ്ട് എടുത്തപ്പോൾ എടുത്ത് വല്ലതും ചെയ്യുമ്പം അതേ പറ്റിയതായിരിക്കും. അതിന് മുളക് തൂത്തേക്ക് പുകയുണ്ടേ? പുകയുണ്ടേ? പുകയുന്നുണ്ട്. പുകയുണ്ടേന്ന്. പുകയുണ്ട്. പുകച്ചില് വരികയല്ലേ മുളക് പറ്റിയാല്? ഇത് പുകയൊന്നും ഇല്ലല്ലോ. ഇവിടെ മുളകൊന്നും ഞാൻ തൂത്തിട്ടില്ല. അത് മുളക് അതുപോലെ അതുപോലെ മുളക് എരിവ് ഉണ്ടെങ്കില്ല. അല്ലെങ്കിൽ എന്നതാ പിന്നെ അല്ലെങ്കിൽ മുളക് അങ്ങ് വൃത്തിയിരുന്നു ഒന്ന് തൂത്തു എവിടെയെങ്കിലും ഇത് പറ്റി കഴിയുമ്പോൾ അന്നേരം അതിൻ്റെ പരിപാടി തീരും. ഇരിക്കുമല്ലേ? പ്രാർത്ഥനയല്ല. ജോമോനെ കൂട്ടിക്കോ കേട്ടോ. ജോമോനെ കൂട്ടിക്കോ. എന്തിനാ? പ്രാർത്ഥനയല്ല. ചെല്ലു. അടി കൊടുക്ക്. പ്രാർത്ഥന കാര്യമുണ്ടോ? പ്രാർത്ഥനയല്ല ഉറക്കം വന്നു. മണി 11 ഈ പ്രാർത്ഥന ചെയ്യണ്ട കിടന്നോ. രാത്രിയൊന്നും വന്നില്ലല്ലോ. രാത്രിയൊക്കെ വരും. രാത്രി ഇപ്പം ഇനി വന്ന് വയ്യേരെ. ഇന്ന് വരുന്നില്ലെന്നാ പറഞ്ഞേ. അമ്മ ഇന്ന് കൊന്തയെല്ലാം പോകുന്നോണ്ട് വരുന്നില്ലെന്ന്. അമ്മ ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് വരികയല്ലെന്നാ പറഞ്ഞേ. പറഞ്ഞോ? വരികയായിരുന്നോ? ഫോൺ വിളിച്ചു പറഞ്ഞായിരുന്നു.
ഫോൺ വിളിച്ചോ? ആ അതിന് അമ്മ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക, അതുകൊണ്ട് വരുന്നില്ലെന്ന്. പ്രാർത്ഥനയല്ലോ ആണോ? ആ അമ്മ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പോവാ ഇന്ന് രാത്രിയില്. എങ്ങനെ എങ്ങോട്ടാ പോണം? ആ വേറെ എവിടെയെങ്കിലും പോയി കിടക്കുമായിരിക്കും. അതാണ് രാത്രി ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞു ആ അവൻ. ആ അതിന് അമ്മ കൊന്തയെല്ലാം പോവല്ലേ? ആര്? അമ്മ എലിക്കുട്ടിയമ്മ. ഓ, അങ്ങനെയൊക്കെ നോക്കിയാൽ ലോകത്ത് ജീവിക്കാൻ പറ്റും. ആ വരണ്ടാത്തവര് വരണ്ടെന്നേ. ഞാൻ പ്രാർത്ഥന അവൻ പറ്റില്ല, അതിനെന്താ ദോഷം? അവനെ ശല്യം ചെയ്യണ്ടോ? ഇല്ലല്ലോ. അവന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നല്ലേ? പ്രാർത്ഥനയല്ലെന്ന് അവരോട് ഇഷ്ടമല്ലേ? ആ അത് ശരിയാ, ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. അല്ലാത്തൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടാഞ്ഞിട്ടാ. പ്രാർത്ഥന വേണ്ട വേണ്ട. അതുകൊണ്ടാ. ആ പ്രാർത്ഥനയോട് താല്പര്യമുള്ളവങ്ങൾ ഏതാ ഉള്ളത്? ഏതാ ഉള്ള എനിക്കറിയത്തില്ല ഏതാ ഉള്ളേന്ന്. എല്ലാം വേമ. എല്ലാം കേമാന്നേ. ഓരോ പ്രായത്തിൽ അതൊക്കെ എന്ത് താല്പര്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ഉള്ളതിനൊക്കെ ഇത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. മറ്റേ ഏത് പ്രായം മുതലാണ് പ്രാർത്ഥനയും ഈശോരെയും കാരണവന്മാർ പറയുമ്പോൾ അതൊക്കെ ചെയ്തോണം കർശനമായിട്ട്. ഇല്ലല്ലോ. മഴയൊന്നുമില്ല. ഇനി ഇപ്പൊ അടുത്ത ഒരു മെയ് ഒക്കെ ആകുമ്പോ നോക്കിയാ മതി. ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോ പിന്നെ 3-4 മാസം കഴിഞ്ഞ് നോക്കിയാ മതിയെന്ന് മഴ. ഈ ജോമോനോട് പൊക്കോളാൻ പറ. അവിടെ അതിന്റെ മുറിയിൽ പോയി ഇരിക്കാൻ പറ. ലൈറ്റ് ഓഫ് ആക്കട്ടെ, എനിക്ക് ഉറക്കം തന്നെ. മുറി ആരുടെ? ജോമോന്റെ. അവൻ്റെ മുറി എവിടെയാ? അത് അവനറിയത്തില്ലേ? കിടക്കാനുള്ളതല്ലേ? അത് പോയി കിടന്നോളൂ. അപ്പൊ അതുവരെ ഇവിടെ നിർത്താൻ പോവാണോ അതിനെ? അതുവരെ ഇവിടെ നിർത്താൻ പോവാണോ? അവന് കിടക്കാൻ നിർത്തി ഞാൻ എന്നെ പിടിച്ചു നിർത്തണം. കുഞ്ഞു കൊച്ചാണ്. അമ്മ പറ പോകാൻ. അത് അവന് ഇഷ്ടമുള്ളിടത്ത് പോട്ടെ. അവനെന്നെ ഒന്നും അറിയാൻ മേലാത്ത. ചില സമയത്ത് ഓടിക്കണ കാണാമല്ലോ. ഇപ്പം എന്നെ കാര്യത്തിനാ താമസം. ചില സമയത്ത് ഓടിക്കുന്ന കാണാമല്ലോ. ചില സമയത്ത് ഓടിക്കുന്ന കാണാമല്ലോ. ഏതാ? ഏലിക്കുട്ടിയമ്മ. എങ്ങോട്ടും? ജോമോനെ ഞാനും ഓടിച്ചിട്ടില്ല. ഓടിച്ചിട്ടില്ലേ? ഞാൻ അങ്ങോട്ടും ഓടിച്ചിട്ടില്ല. ആണോ? അത്യാവശ്യം പ്രമാണിച്ച് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ മാത്രം. അപ്പൊ ഇന്ന് ഇരിക്കുവാ. ഞാൻ പോട്ടെ അവിടുന്ന്. ഞാൻ പോവുക. എവിടെ? ഏതെങ്കിലും മുറിയിൽ പോയി കിടന്നേക്കാം. എവിടെയാ പോണേ? ഏതെങ്കിലും മുറിയിൽ പോയി കിടക്കുക. അതിനാ ഇവിടെ ഇരുന്നാ ഉറക്കം വരികയില്ല. നോക്കൂ. പിന്നെ അമ്മ എന്തെന്ന് അന്വേഷിച്ച് വരുവോ? അമ്മേനെ കണ്ടില്ലെന്ന് പറഞ്ഞു വരുവോ? കണ്ടില്ലെന്ന് പറഞ്ഞു വരുവോന്ന്. വണ്ടിയോ? ഞാനോ? എന്നാത്തിന് നിന്നെ വിളിക്കാനാ? എന്താ എല്ലാം കണ്ടാ ജോമോനെ പറയണത്? നീ കിടക്കേണ്ടത് മനുഷ്യൻ കിടക്കുന്ന സ്ഥലത്തല്ലേ? രാത്രിയല്ലേ? അതിനിപ്പോൾ പുറത്ത് ഓടി വിളിച്ച് നടക്കേണ്ട കാര്യമില്ല, അറിയാവുന്നതല്ലേ? ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാ. ലൈറ്റ് ഓഫ് ആക്കാൻ പോവാ. ലൈറ്റ് ഓഫ് ആയിക്കോ, എനിക്കൊന്നും കുഴപ്പമില്ല. പ്രാർത്ഥനയല്ലേ? പ്രാർത്ഥന എല്ലി കഴിഞ്ഞതാ. എപ്പം? ഒരു 8 മണിയായപ്പോ ഞാൻ ചെല്ലില്ല. അമ്മ ചെല്ലിയതാ. നീ എഴുതിയപ്പോൾ ഞാനില്ല. ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കണില്ല. ഞാൻ ഓർക്കണുണ്ട്, അതുകൊണ്ടല്ലേ ഈ പറയണേ. ഞാൻ തന്നെയായാലും പ്രാർത്ഥനയൊക്കെ ദിവസവും ഞാൻ ചെല്ലാതെ കിടക്കുകയില്ല. വേറെ ആരും കൂടിയല്ല എന്നൊന്നും ഞാൻ നോക്കിയാല്. അതുങ്ങളൊക്കെ കൂട്ടാണ്ടിരുന്നാൽ ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് ഒന്നിനെയും കൂട്ടാതിരിക്കുന്നതാ നല്ലത്. ബന്ധമില്ലാത്തല്ലോ. അതെ അതെ. 2-3 പ്രാവശ്യം കൂടെ പറ. ഒരു 10 പ്രാവശ്യമെങ്കിലും പറയണം കേട്ടോ. നീ കിടക്കാൻ പോവല്ലേ? അതെ അതെ. പൊക്കോളാൻ പറ. പൊക്കോളാൻ പറ. കഞ്ഞി കൊടുത്തവന് അത് തന്നെ എടുത്ത് കുടിച്ചോളും. അതിന് സമയമൊക്കെ വേറെയാ. ഒരുറക്കം കഴിഞ്ഞ് കഴിയുമ്പോഴാ
കഴിക്കുന്നത്. 12 മണി 1 മണിയാകുമ്പോ കഞ്ഞി തന്നെ എടുത്ത് കുടിച്ചോളൂ. ആ ഒരു 1 മണിയാകുമ്പോൾ ഞാൻ പോയി എടുത്തു കൊടുക്കാം. ഞാൻ നല്ല ഉറക്കത്തിലായിരിക്കും. അതാ നല്ലത്. അവനവന്റെ ഇഷ്ടം അനുസരിച്ച് അങ്ങ് എടുത്ത് കഴിച്ചാ പോരെ. അവരുടെ ഇഷ്ടത്തിന് എടുത്ത് ഉപ്പ് ഒഴിക്കുകയോ കാണിച്ച് ചേർക്കേണ്ടതൊക്കെ ചേർക്കുകയോ ചെയ്തോളൂ. മറ്റുള്ളവർ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കൂടുതലും കുറവോ ഇതിന് എന്തെങ്കിലും വന്നു പറഞ്ഞാൽ പിന്നെ അത് അലമ്പാക്കാൻ കാര്യമില്ല. കുഞ്ഞു പിള്ളേരൊന്നും അല്ലല്ലോ. പ്രാർത്ഥനയല്ല പ്രാർത്ഥനയല്ല ഞാൻ ചെല്ലിയതാ. നീ എഴുതിയോ? അപ്പൊ ഞങ്ങൾക്ക് ചെല്ലണ്ടേ? ജോമോനെയും കൂട്ടി ചെല്ലിക്കോ. അവനൊന്നും ചേച്ചിയ അത് അമ്മയ്ക്ക് അറിയാല്ലേ. പൊതിച്ച കിടന്നോ, തണുപ്പുണ്ട്. എന്തിനാ ഇങ്ങോട്ട് എടുത്തേച്ചാ? തണുക്കുന്നില്ലേ? തണുക്കുന്നില്ലേ? പൊതിക്കൊന്നും വേണ്ട. തണുക്കുന്നില്ലേ? നല്ല തണുപ്പാ. ആ ഫാൻ ഇട്ട് നല്ല തണുപ്പാ അവിടെ. എനിക്ക് പനിയായിട്ടാണ്. നല്ല തണുപ്പുണ്ടെന്ന്. പനി കുറഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. പൊതച്ചാൻ കിടന്നോ. മഴയുണ്ടോ? മഴയോ? പിന്നെ എന്നാ പിന്നെ പൊതയ്ക്കുന്നതിന് തന്നെ കുഴപ്പം. നല്ല മഴ. ഒന്ന് പൊതച്ചോ. കൊതുകെല്ലാം ഓടുന്നുണ്ട് ഇവിടെ. കഞ്ഞിയെ കുടിക്കാം. ആരോട്? ആരാണ് കഞ്ഞി കുടിക്കേണ്ടത്? കഞ്ഞി കുടിച്ചോ? ഞാൻ കുടിച്ചതാ. ഏലിക്കുട്ടിയമ്മയും കുടിച്ചതാ. ഞാൻ കുടിച്ചില്ല. ഞാൻ എപ്പോഴാ കുടിച്ചേ? ഇനിയിപ്പോ എല്ലാരോടും പറയാം ഞാൻ ഭക്ഷണമൊന്നും തന്നില്ലെന്ന്. നീ എല്ലാരോടും പറയോ ഞാൻ ഭക്ഷണമൊന്നും തന്നില്ലെന്ന്. എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. പിള്ളേർക്ക് കഞ്ഞി കൊടുത്തോ? എല്ലാവർക്കും കഞ്ഞി കൊടുത്തതാ. വീട്ടിലോട്ട് പോയില്ല. അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം മാത്രമേ വരുള്ളൂ. നേരാ. കഞ്ഞിയൊക്കെ കൊടുത്താണോ? ഇല്ലെന്നേ. ഇല്ലേ? അമ്മയുടെ ഇച്ചിരി എടുത്തു കൊടുക്കാൻ. ഏലിക്കുട്ടി അമ്മയുടെ ഇച്ചിരി എടുത്തു കൊടുക്കാൻ പറഞ്ഞു. കഞ്ഞി തരാനോ? ആര് പറയും? ജോമോൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞാലോ അങ്ങനെ ശരിയാണ്. നിങ്ങൾ കൊടുത്താലേ പറ്റുള്ളൂ. ഉറങ്ങുമല്ലേ? മിന്നാമനി വന്ന് ഉറക്കം വന്ന സമയമായി. എല്ലാവരെയും വേണ്ടി പകല് മുഴുവൻ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു. മിന്നാമനി നിന്റെ വെറുതെ. ഒത്തിരി നാൾ കൂടിയാണല്ലോ കാണുന്നത്. ഞാൻ മിന്നാമനിങ് സാധാരണ കണി എന്ത് മിന്നാമനെ കൊണ്ടായിരുന്നു ഉണ്ടല്ലേ. കണി കാണാൻ പോലില്ല. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.